The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to accountancy class. I hope all are doing well. Okay. See, in the previous class we discussed objectives of accounting, advantages and disadvantages of accounting and interested parties of the users of accounting information. I think all are clear. Okay. So today we are going to discuss the next topic, accounting process. Accounting process. See, we know that in a business there are numerous transactions will take place, isn't it? So it is impossible to the businessman to keep memory of entire transactions of business. അല്ലേ, നമുക്കറിയാം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും അല്ലേ. ആ ട്രാൻസാക്ഷൻസ് മുഴുവൻ ആ ബിസിനസ്മാൻ ഓർത്തു വയ്ക്കാൻ കഴിയുമോ? ഇല്ല, തീർച്ചയായിട്ടും കഴിയില്ല അല്ലേ. എല്ലാ ട്രാൻസാക്ഷൻസ് ഒന്നും കുറേ കാലം ഓർത്ത് വെക്കാനായിട്ട് കഴിയില്ല. അപ്പം എന്ത് ചെയ്യണം? സോ ദർ മസ്റ്റ് ബി ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് എവറി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. എന്ത് വേണം? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയതിന് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം അല്ലേ. സോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് വാട്ട്? പർച്ചേസസ് ഓഫ് ഗുഡ്സ്, സെയിൽ ഓഫ് ഗുഡ്സ്, പേയ്മെൻറ്റ് ഓഫ് വേജസ് എക്സെട്ര. അത് സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലേ. സാധനങ്ങൾ വാങ്ങുക, സാധനങ്ങൾ വിൽക്കുക, സാലറി കൊടുക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്. So the financial transactions have effect on the assets, liabilities and capital of the business. See, we can ascertain the result of business in terms of profit or loss and then value of assets and liabilities. See, if we maintain the systematic and scientific record of all transactions of financial nature. See, നമ്മൾക്ക് ഒരു ഫേമിൻ്റെ ഓപ്പറേഷൻ റിസൾട്ട് അറിയണം അല്ലേ. പ്രവർത്തന ഫലം എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അത് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മൾക്ക് അറിയണം. അതുകൂടാതെ ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതായത് അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റീസ് എത്രയുണ്ട് എന്നുള്ളത് അറിയണം. സോ വാട്ട് ഈസ് അസറ്റ്? അസറ്റ് മീൻസ് പ്രോപ്പർട്ടീസ് ഓർ തിങ്സ് ഓൺഡ് ബൈ ദ ബിസിനസ് അല്ലെ. ബിസിനസിൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനങ്ങളെയാണ് എന്ത് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. What is liabilities? Liability is an obligation അല്ലേ. അതൊരു ബാധ്യതയാണ് അല്ലേ. അതായത് ബിസിനസ് കൊടുക്കേണ്ടതായിട്ട് വരുന്ന തുകയോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ, അതാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈ വക കാര്യങ്ങൾ അസറ്റ് എത്ര, ലയബിലിറ്റീസ് എത്ര, പ്രോഫിറ്റ് എത്ര, ലോസ് എത്ര എന്നുള്ളത് അറിയാൻ ആർക്ക് താല്പര്യം ഉണ്ടായിരിക്കും? ബിസിനസ്മാന് താല്പര്യം ഉണ്ടായിരിക്കും. നമുക്കത് അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു ബുക്കിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്താൽ മാത്രമേ
we can ascertain the result. അല്ലേ, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So the accounting process can be briefly explained in the following. So that means identify the financial transaction. That is the first one. First step, what is it? Identify the financial transactions. And these transactions are recorded in the subsidiary books and journal proper. So the first step എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് സബ്സിഡറി ബുക്സിൽ, അതായത് ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ജേർണല് ഇങ്ങനെയുള്ള ബുക്കുകളിനകത്ത് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ജേർണൽ. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ട്രാൻസാക്ഷൻസ് ആൻഡ് റെക്കോർഡഡ് into journal. And then second step, what is it? With the help of the subsidiary book or with the help of this journal, we can prepare ledger account. So that is the second step. Then with the help of this journal, we can prepare what? Ledger. We can prepare ledger. That is the second step. അല്ലേ, ജേർണലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജേർണലിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് ഏത് പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് ദെൻ തേർഡ് സ്റ്റെപ്പ്, വാട്ട് ഈസ് ദ ബാലൻസ് ഷോൺ ബൈ ledger account are used for preparing trial balance. That means with the help of the ledger we can prepare what? Trial balance. That is the third step, the preparation of what? Trial balance. Trial balance. See, trial balance. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് നോക്കിയിട്ട് ഏത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേര് ജേർണല്. അതിൽ നിന്ന് സിമിലർ നേച്ചർ ആയിട്ട് വൺ പ്ലേസ്, ഒരേപോലുള്ള ഐറ്റങ്ങൾ മുഴുവൻ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. അത് നമ്മൾ എന്ത് പറയും, ലെഡ്ജർ എന്ന് പറയും. ആൻഡ് ദെൻ ട്രയൽ ബാലൻസ് മീൻസ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ ട്രയൽ ബാലൻസിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതിയ അക്കൗണ്ട് ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഏത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ് ഇൻ ദ ബാലൻസ് ഷോൺ ബൈ ദ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. സോ വിച്ച് see this trial balance we serve as the basis for the preparation of what? The financial statement. ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദ ഫോർത്ത് സ്റ്റെപ്പ്, വാട്ട് ഈസ് ഇറ്റ്? ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ഫൈനൽ അക്കൗണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ഫൈനൽ അക്കൗണ്ട്. സോ ദ ഫോർത്ത് സ്റ്റെപ്പാണ്, നാലാമത്തെ സ്റ്റെപ്പാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. സി, ദിസ് ഫൈനൽ അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് വാട്ട്? ഇൻകം സ്റ്റേറ്റ്മെന്റ് and position statement. See, listen, income statement and position statement. See, this final account consists of income statement and position statement. Final account എന്ന് പറയുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. See, this income statement consists of trading account and profit and loss account. Income statement consists of what? Trading account and profit and loss account. And then position statement consists of what? That is balance sheet. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ദാറ്റ് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. See, what is the purpose for the preparation of trading account? Trading account is prepared to show the gross profit of the firm. And then profit and loss account is prepared to show the net profit of the firm. Net profit എത്രയുണ്ടെന്ന് അറിയാനാണ് profit and loss account. And then balance sheet is prepared to show the financial positions of the firm. That is the conditions of assets and liabilities. അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും അവസ്ഥ എന്താണ് ഒരു ഫേമിന്റെ എന്നുള്ളത് അറിയാനാണ് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ദ ഫോർത്ത് സ്റ്റെപ്പ്, വാട്ട് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ statement or final account. Fifth step, analysis of financial statement and report it to the various parties.
അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, വേരിയസ് പാർട്ടീസിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ ദിസ് ഇൻഫർമേഷൻ ഹെൽപ്സ് ദം ദ ടേക്കിംഗ് സൗണ്ട് ഡിസിഷൻസ് അബൌട്ട് ദി ബിസിനസ് ഫേംസ് അല്ലേ. ആ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് ബിസിനസ് ഫേം എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി അക്കൗണ്ടിങ് process. I think all are clear. What is the first step? The diagrammatic representation of accounting process. The first one, what is it? That is identifying the financial transactions, and then second one, move to the recording. This recording into subsidiary books. Subsidiary books include what? The preparation of cash book, purchases book, sales book, etc. And after that, the classification. That is, classification means what? It's the bringing together similar nature at one place. It is known as what? Ledger. And then after that, with the help of the ledger, the next one we want to prepare what? The trial balances. That is summarizing the preparation of what? Trial balance, trading profit and loss account, and balance sheet. And after that, analyzing the result, analyzing and the interpretation, and then what is it? Analyzing and interpretation, and finally communicating to the users. This is the diagrammatic presentation of accounting process. I think all are clear. Okay, next topic, bookkeeping and accounting. Next topic, what is it? Bookkeeping and accounting. Actually, the term bookkeeping and accounting is often considered as an same, but it is not correct. That is, accounting is a wider concept and include what? The bookkeeping. അല്ലേ, ബുക്ക് അക്കൗണ്ടിങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് എന്ന് പറയും, പക്ഷെ അത് ഒന്നല്ല, അത് ശരിയല്ല, ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അക്കൗണ്ടിങ്ങിന് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ച് വൈഡർ കോൺസെപ്റ്റാണ്. അതിനകത്ത് വരുന്ന ഒരു പാർട്ട് മാത്രമാണ് ഏത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഏത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് business dealings in a set of books. What is it? Bookkeeping. Bookkeeping is an art of recording business dealings in a set of books. അല്ലേ, അതായത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എൻ ആർട്ടാണ്. എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ഡീലിങ്സ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം പുസ്തകത്തിനകത്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ആർട്ടാണ്, അല്ലെങ്കിൽ ഒരു കലയാണ് ഏതെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. സോ ബുക്ക് കീപ്പിംഗ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ് ഇത്? ബുക്ക് കീപ്പിംഗ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ റെക്കോർഡിംഗ് transactions in the journal, classifying and summarizing them into accounts through posting, balancing of accounts, and the preparation of trial balance. See, bookkeeping എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അല്ലേ. അത് മെയിനായിട്ട് അതിനകത്ത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും, ജേണലിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജേണൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജറിലേക്ക് എഴുതും. അതുപോലെ ലെഡ്ജർ നോക്കിയിട്ട് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എഴുതും. ഇത്ര വരെ വരുന്ന പ്രോസസ്സ് ഏതിനകത്ത് ഉൾപ്പെടുന്നുള്ളൂ? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നുള്ളൂ. അതിനുശേഷം ഈ സമ്മറൈസിങ്ങിൽ തന്നെ വരുന്ന ഫൈനൽ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, the preparation of financial statement, that is income statement, position statements, and then interpretations, analysis and interpretations, കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്. ഇതിൽ ഈ ബുക്ക് കീപ്പിങ്ങിൽ ഏത് വരെ വരുന്നുള്ളൂ? ജേണൽ ചെയ്യുന്നു, ലെഡ്ജർ ചെയ്യുന്നു, ട്രയൽ ബാലൻസ് ചെയ്യുന്നു, അത്ര വരെ അതിനകത്ത് വരുന്നുള്ളൂ. ദിസ് ബുക്ക് കീപ്പിംഗ് ഇൻവോൾവ് വാട്ട്? ഐഡന്റിഫൈങ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ആൻഡ് അതാണ് ഒന്ന്. ദെൻ റെക്കോർഡിംഗ് ദ ഐഡന്റിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ഐഡന്റിഫൈ ചെയ്ത ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എവിടെ റെക്കോർഡ് ചെയ്യും? ജേണലിൽ റെക്കോർഡ് ചെയ്യും. ആൻഡ് ദെൻ ക്ലാസിഫൈയിങ് ദ റെക്കോർഡ് ട്രാൻസാക്ഷൻസ്.
അല്ലേ? ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. അതായത് സിമിലർ നേച്ചർ അറ്റ് വൺ പ്ലേസ് എന്ന് പറയും. അത് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ലെഡ്ജറിലേക്ക് ചെയ്യും. ആൻഡ് ദെൻ ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്, അത് ആ ലെഡ്ജറൊക്കെ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ആൻഡ് ദെൻ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, എന്ത് പ്രിപ്പയർ ചെയ്യും? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ഇത്രയും സ്റ്റെപ്സ് ആണ് ഏതിനകത്ത് വരുന്നത്? ഒരു ബുക്ക് കീപ്പിംഗ്. ഇത്ര വരെ ബുക്ക് കീപ്പിംഗ് വരുള്ളൂ. ഇവിടെ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ ഏതിൽ വരുന്നതാണ്? ബാക്കിയുള്ളത് മുഴുവൻ അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ് വൈ ബുക്ക് കീപ്പിംഗ് is a part of accounting. Bookkeeping is a part of accounting. So that is, bookkeeping is an art of recording a business transaction in set of books. I think all are clear. Okay. Next one, accounting. See, accountant works goes beyond that of bookkeeper. See, accounting starts where bookkeeping ends എന്ന് പറയാം, അല്ലേ? അതായത് അക്കൗണ്ടന്റിന്റെ വർക്ക് എന്ന് പറയുന്നത് ബുക്ക് കീപ്പറുടെ വർക്കിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്, അതിനപ്പുറമാണ് എന്നാണ് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്താണ് ഏത് തുടങ്ങുന്നത്? അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് എന്നാ പറയാം. അക്കൗണ്ടിങ് തുടങ്ങുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്താണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് that is summarizing. Accounting involves the summarizing. So summarizing is what? The classified information in the form of profit and loss account and balance sheet. അവിടെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് നോക്കിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ ചെയ്യുന്നത്. അത് അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. What is the next one? Analyzing and interpreting. So after reading and analyzing the profit and loss and balance sheet, accountant find out or drawing out the meaningful information from them. അല്ലേ? ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ ഒരു അക്കൗണ്ടന്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് അതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്നുള്ളത് മീനിങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് അയാൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. So, and then next one, what is it? It's a communication. Communication is involved the accounting process. So here the accountant communicate relevant information to the interest parties. അല്ലേ? ഇവിടെ എന്ത് ചെയ്യും? അക്കൗണ്ടന്റ് ഈ ഇൻഫർമേഷൻസ് ആർക്ക് പാസ് ചെയ്യും? ആവശ്യമുള്ള ആളുകൾക്ക് പാസ് ചെയ്യും. ഇത്രയും പ്രോസസ്സ് ഏതിൽ വരുന്നതാണ്? അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്. അതായത് ട്രയൽ ബാലൻസ് കഴിഞ്ഞതിന് ശേഷം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ചെയ്യുക, അതുപോലെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ഈ വക കാര്യങ്ങളൊക്കെ ഏതിനകത്ത് വരും? അക്കൗണ്ടിങ്ങിൽ വരും. അതിനർത്ഥം ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ബുക്ക് കീപ്പിംഗ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്കൗണ്ടന്റ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്താണ് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു? അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് എന്ന് പറയുന്നത്, അല്ലെ? ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്ത് ഏത് തുടങ്ങുന്നു? അക്കൗണ്ടിങ് തുടങ്ങുന്നു എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ഓൾ ആർ clear. Okay. Next topic, difference between accounting and bookkeeping. See, the first one, the meaning of bookkeeping, it consists of recording financial transactions in a systematic manner. ബുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് അക്കൗണ്ടിങ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രിപ്പറേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതാണ് ഏതിൽ വരുന്നത്? അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് ദെൻ സെക്കൻഡ് വൺ,
under bookkeeping, it is a tool of journal and ledger. അവിടെ എന്താ വരുന്നത്? ജേർണലും ലെഡ്ജറും ആണ് ഇതിൽ വരുന്നത്, ബുക്ക് കീപ്പിംഗിൽ വരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് അക്കൗണ്ടിങ് it consists of what? It is a tool of profit and loss account and then balance sheet and cash flow statement. ഇങ്ങനെയുള്ളതൊക്കെയാണ് അവിടുത്തെ ടൂൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. And in case, and the next one, what is it? The scope of bookkeeping just maintain records of business transactions. So ബിസിനസ് ട്രാൻസാക്ഷൻസിന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്? ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ടിങ്, ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, interpreting result and communicating it to interested parties. അതായത് അക്കൗണ്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അത് ആവശ്യക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് കംസ് അണ്ടർ അക്കൗണ്ടിങ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ അണ്ടർ bookkeeping, see on the decision making under bookkeeping, on the basis of bookkeeping records, decision cannot be taken. അല്ലേ? ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് ചെയ്തിട്ടുള്ള റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ടിങ്, സോ ഡിസിഷൻസ് can be taken on the basis of accounting records. അക്കൗണ്ടിങ് റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? ഡിസിഷൻസ് എടുക്കാം. അതേ സ്ഥാനത്ത് ബുക്ക് കീപ്പിംഗ് ചെയ്ത റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റില്ല. സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് topic, branches of accounting. Next topic, what is it? Branches of accounting. So there are three branches are there, that is financial accounting, cost accounting and management accounting. Okay, financial accounting, cost accounting and management accounting. In that, the first one, financial accounting. See, financial accounting is actually, it is an original form of accounting. It's an original form of accounting. The objective of financial accounting is to find out the result of operation, and to disclose information about the financial positions of the business. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് അറിയാനും ഫിനാൻഷ്യൽ പൊസിഷൻസ് എന്താണ് എന്നുള്ളത് അറിയാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് ഏത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഓപ്പറേഷൻ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ ദ ഫേംസ് മേക്സ് ദ പ്രോഫിറ്റ് ഓർ ലോസ്, വാട്ട് ഈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ദാറ്റ് മീൻസ് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദി മാനേജ്മെന്റ് ആൻഡ് അതർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അത് കൂടാതെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മാനേജ്മെന്റിനും മറ്റുള്ള ആളുകൾക്കും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യാറുണ്ട്? പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇറ്റ്? കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇറ്റ്? കോസ്റ്റ് അക്കൗണ്ടിങ്. See, actually this branch of accounting is concerned with ascertaining the cost of product. Ascertaining what? Cost of product, operation, പ്രോസസ് എക്സെട്ര. അല്ലേ? ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പറേഷൻസ്, എന്താണ് അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് ഇതൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനാണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്. ദ പർപ്പസ് ഓഫ് ദിസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു അനലൈസ് ദ എക്സ്പെൻഡിച്ചർ. സോ അനലൈസ് ദ എക്സ്പെൻഡിച്ചർ. അല്ലേ? ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? എക്സ്പെൻഡിച്ചർ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ
എന്തിനെ? സോ ആസ് ടു അസർടെയിൻ ദ കോസ്റ്റ് ഓഫ് വേരിയസ് പ്രോഡക്ട്സ് മാനുഫാക്ചേഴ്സ് അല്ലേ ബൈ ദ ഫേം അല്ലേ. അതായത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ അനലൈസ് ചെയ്യുന്നു? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ചിലവ് വരുന്നു, ഒരു ഫേമിന് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ആൻഡ് ഫിക്സ് ദ പ്രൈസസ്, അതിനനുസരിച്ച് ആ പ്രോഡക്റ്റിന് എന്ത് ചെയ്യണം? വില ഫിക്സ് ചെയ്യണം. ഈ വക കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഏത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ it also helps in controlling the cost and providing necessary costing information to the management for decision making. ഇത് കൂടാതെ മാനേജ്മെന്റിന് കോസ്റ്റിംഗ് ഡിസിഷൻസ്, കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നു. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു the purpose of cost accounting is to analyze the expenditure so as to ascertain the cost of products and fix the cost of the cost of products manufactured by the firm and fix the price. Okay, I think all are clear. And the next one, what is it? Management accounting. So it is concerned with generating accounting informations relating to fund, cost and profit, etc. So the main purpose of management accounting is to present the accounting information in such a way to assist the management in planning, controlling the operations of business. So management accounting ന്റെ പർപ്പസ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പ്രസന്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യുക. എങ്ങനെ? ഇൻ സച്ച് എ വേ ടു അസിസ്റ്റ് ദ മാനേജ്മെന്റിനെ സഹായിക്കുന്ന രീതിയിൽ എന്തിന്? പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്സിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനും മാനേജ്മെന്റിനെ സഹായിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്ന അക്കൗണ്ടിങ് ആണ് ഏത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് യൂസസ് വേരിയസ് ടെക്നിക്സ്, ദാറ്റ് ഈസ് ratio analysis, fund flow statement, cash flow statement, budgetary control, etc. to make the accounting data more meaningful for managerial decision making അല്ലേ. അത് മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുന്നതാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ. അതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സുകൾ ഏതൊക്കെയാണ്? റേഷ്യോ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോള്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ വരുന്ന അക്കൗണ്ടിങ് ആണ് ഏത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇൻ അവർ സിലബസ് വി വാണ്ട് ടു ലേൺ ഓൺലി ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലേ. നമ്മുടെ സിലബസിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒക്കെ ഹയർ ക്ലാസ്സസിന് പോകുമ്പോൾ നിങ്ങൾ അവിടെ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റായിട്ട്, സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ ദ ബ്രാഞ്ചസ് ഓഫ് accounting, that is financial accounting, cost accounting and management accounting. Next topic, qualitative characteristics of accounting information. Qualitative characteristics. What is the difference between qualitative characteristics and quantitative characteristics? That is quantitative characteristics. Quantitative means what? We can measure on the basis of monetary terms. അല്ലേ, മോണിറ്ററി ടേംസിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ബട്ട് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് വി കാൺട്ട് മെഷർ ഓൺ ദ ബേസിസ് ഓഫ് മോണിറ്ററി ടേംസ്. മോണിറ്ററി ടേംസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല മെഷർ ചെയ്യാൻ പറ്റാത്തതാണ് ഏത്? qualitative characteristics. So here the qualitative characteristics of accounting informations are: the first one, reliability; second one, relevance; and third one, understandability; and fourth one, comparability. In that, the first one, reliability. What is reliability? Reliability means users must be able to depend on accounting information.
accounting information. So the reliability means users must be able to depend on accounting information. So the reliable information should be free from error and bias and then verifiable. Reliability പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റുന്നതാണ്. തെറ്റുകൾ ഉണ്ടാവില്ല. എറർ ഫ്രീ ഫ്രം എറർ എന്നാ പറഞ്ഞല്ലേ, എറർ ഉണ്ടാവില്ല, തെറ്റുകൾ ഉണ്ടാവില്ല എന്ന്. അത് വേരിഫയബിൾ ആണ്. വാട്ട് യു മീൻ ബൈ വേരിഫയബിലിറ്റി? വേരിഫയബിലിറ്റി മീൻസ് ഇറ്റ് ക്യാൻ ബി വേരിഫൈഡ് ഫ്രം ദി സോഴ്സ് ഡോക്യുമെന്റ്സ്. സോഴ്സ് ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വേരിഫൈ ചെയ്യാൻ പറ്റും. വിച്ച് ആർ ദ സോഴ്സ് ഡോക്യുമെന്റ്സ്? ദാറ്റ് ഈസ് ക്യാഷ് മെമ്മോ, റെസിപ്റ്റ്, ബില്ല് എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്സ്. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് റിലയബിൾ ആണ് എന്നാണ് പറയുന്നത്. സോ that is reliability. And the next one, what is it? Relevance. So relevance refers to how helpful the information is for financial decision making process. Relevance എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഇൻഫർമേഷൻസ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ഇൻഫർമേഷൻസ് എത്രമാത്രം യൂസ്ഫുൾ ആണ്, എത്രമാത്രം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ റിലവൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. Important and relevant piece of information must find place in the books of accounts. So accounting information should be helpful, provide the information about past events and helps the predicting the future events. Accounting informations എന്തിന് സഹായിക്കുന്നു? പാസ്റ്റ് ഈവൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പാസ്റ്റ് ഈവൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം ഫ്യൂച്ചർ ഈവൻസ് പ്രെഡിക്റ്റ് ചെയ്യാനും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ റെലവൻസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഈസ് വാട്ട്? Understandability. So accounting information should be recorded, presented and interpreted in such a way that it should be easily understood and grasped by the users. അല്ലേ? ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ യൂസേഴ്സിന് ഇത് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ രീതിയിലായിരിക്കും ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻസ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അണ്ടർസ്റ്റാൻഡബിലിറ്റി മീൻസ് decision makers must interpret accounting information in the same sense and it is prepared and conveyed to them. അല്ലേ? എന്താണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കുന്ന ആളുകൾക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം, അല്ല ഒരേ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ആ രീതിയിലായിരിക്കും ഇതുണ്ടായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ലാസ്റ്റ് വൺ, comparability. What is it? Comparability. That is, what is comparability? Comparability means that the users should be able to compare the accounting informations of an enterprise of the period either with that of other period. അല്ലേ? അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഈ കാലഘട്ടത്തിലെ ഇൻഫർമേഷൻസും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻഫർമേഷൻസും കഴിഞ്ഞു പോയ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻഫർമേഷൻസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓർ വിത്ത് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഓഫ് അതർ എന്റർപ്രൈസസ് or that is inter firm comparisons. അതുപോലെ തന്നെ ഒരു ഫേമിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മറ്റ് ഫേമിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഇന്റർ ഫേം കമ്പാരിസൺ, ദ കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഫേം. ദീസ് ആർ ദ important qualitative characteristics of accounting information. First one, what is a reliability, second one relevance, third one understandability, and fourth one comparability. Okay, so I think all are clear. That's all for today. If you have any doubt, please contact me. Okay.